What's the main specialty of Kerala? Houseboat in Alappuzha. Alappuzha houseboat. Okay. നമ്മളിപ്പോൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ അടുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ നിന്ന് വന്നപ്പോൾ സമയത്ത് എനിക്ക് മലക്കപ്പാറയിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു സ്ലിപ്പ് തരും. പക്ഷേ ഞാൻ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയതുകൊണ്ട് കയറി വന്നു. എനിക്ക് സ്ലിപ്പൊന്നും തന്നില്ല. ജസ്റ്റ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു. നമ്മൾ ബോർഡർ കടന്നിട്ട് ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ പോകണം കേട്ടോ. വാഴച്ചാൽ ചെക്ക് പോസ്റ്റും വാഴച്ചാൽ വാട്ടർഫോൾസിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ എല്ലാം സെയിമാണ് കേട്ടോ. എല്ലാം ഒരൊറ്റ ഏരിയ തന്നെയാണ്. രൂപയാണല്ലേ ടിക്കറ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാഴച്ചാൽ വാട്ടർഫോൾസിൻ്റെ ഉള്ളിലാണ്. വാട്ടർഫോൾസിൻ്റെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വാഴച്ചാലും പിന്നെ അതിരപ്പള്ളി ഫാൾസും കൂടെ ഒരുമിച്ചുള്ള ടിക്കറ്റാണ്. അതായത് 50 രൂപയാണ് കേട്ടോ ഇതിന് ചാർജ് വരുന്നത്. അപ്പോൾ നേരെ നമ്മൾ വാഴച്ചാലിൻ്റെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. ഞാൻ പണ്ട് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ 2 തവണ അതിരപ്പള്ളി വന്നിട്ടുണ്ട്. 2 തവണ ഇതുപോലെ തന്നെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. 2 തവണയും അതിരപ്പള്ളി വാട്ടർഫോളും പിന്നെ വാഴച്ചാൽ വാട്ടർഫോളും. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പോയാലാണ് അതിരപ്പള്ളി വാട്ടർഫോൾ. ഇതിപ്പോൾ ചെക്ക് പോസ്റ്റും വാഴച്ചാൽ വെള്ളച്ചാട്ടവും വാഴച്ചാൽ ചെക്ക് പോസ്റ്റും സെയിമാണ്. ഒരൊറ്റ സ്ഥലത്താണ്, ഒറ്റ പോയിന്റിലാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സമയം എന്താ 9:50 അല്ല, ഒരു 15 മിനിറ്റ് ഫാസ്റ്റാണ് എൻ്റെ വാച്ച്. 9:35 ആയിട്ടുള്ളൂ കേട്ടോ. ഒരു 6-7 വർഷം മുമ്പാണ് കേട്ടോ ലാസ്റ്റ് ഞാനിവിടെ വരുന്നത് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക്. കണ്ടില്ലേ, അന്ന് കണ്ട അതേ ഒരു വ്യൂ തന്നെയാണ് ഇപ്പോഴും. അതേ ഒരു ഭംഗി തന്നെ നമുക്കിപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറയുന്നത് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല സൗണ്ട് വരുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നല്ല രസമുണ്ട്. അതായത് ഇങ്ങനെ ഈ ഒരു കാഴ്ചയെ കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഞാൻ അതിരപ്പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. ചർപ്പ വാട്ടർഫാൾസ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, അധികം ഒഴുക്കൊന്നുമില്ല. പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. അങ്ങനെ വാഴച്ചാൽ നമ്മൾ നേരെ ഇതാ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നേരെ ഉള്ളിലേക്ക് പോകാം. നമുക്ക് വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. വാഴച്ചാലിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഓൾറെഡി. അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ താഴേക്ക് എത്തുന്നുണ്ട്. നല്ല വ്യൂസാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. സ്കൂൾ പിള്ളേരൊക്കെ സ്റ്റഡി ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം.
നമ്മളിപ്പോൾ ടോപ്പിലെ വ്യൂ പോയിന്റിലാണ് പോകുന്നത്. അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റിലാണ് പോകുന്നത്. അതിനുശേഷം നമുക്ക് താഴേക്കും കൂടെ ഒന്ന് ഇറങ്ങണം കേട്ടോ. എന്നാൽ താഴത്തെ വ്യൂ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇതിനു മുമ്പ് 2 തവണ അതിരപ്പള്ളി വന്നിട്ടും മേൽഭാഗത്ത് മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. താഴത്തെ വ്യൂ പോയിന്റിൽ പോയിട്ടില്ല. ഇവിടെ താഴത്തെ വ്യൂ പോയിന്റിലൊക്കെ പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. രാവിലത്തെ തണുപ്പൊക്കെ ഇപ്പോഴാണ് ഒന്ന് മാറി കിട്ടിയത് ഈ വെയിലൊക്കെ അടിച്ചതിന് ശേഷം. ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല വെയിലുണ്ട്. ടൂറിസ്റ്റുകളും ആവശ്യത്തിനുണ്ട്. കണ്ടില്ല, ഇവിടെയൊക്കെ ആൾക്കാർ ഇതാ കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. കുളിക്കാനൊക്കെ നടുവിൽ ഇറങ്ങരുതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ആൾക്കാർ സേഫായിട്ടൊക്കെ അത്യാവശ്യം അടുത്തൊക്കെ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് ദൂരോട്ടൊന്നും ആൾക്കാരൊന്നും അങ്ങനെ പോകുന്നൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. ഇന്ന് ഒരുപാട് സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. സിൽവർ സ്റ്റോമിലും ഡ്രീം വേൾഡും ഒക്കെ ഇവിടെ അടുത്തടുത്താണ്. അപ്പോൾ അവിടെയൊക്കെ പോകാനും കൂടെ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വരുന്നത്. അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം ഫോഴ്സൊക്കെ കുറവാണ്. നമുക്ക് നിന്നൊക്കെ കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഒത്തിരി പേര് അവിടെയൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട്. നല്ലൊരു സ്പോട്ടാണ് അങ്ങോട്ടൊക്കെ. ഇങ്ങോട്ട് കൂടുതൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഏരിയയിലൊക്കെ അവിടെയൊക്കെ അടിപൊളിയാണ്. കുറച്ച് പ്രൈവസി ആയിട്ടൊക്കെ നമുക്ക് നിന്ന് കുളിക്കാനൊക്കെ പറ്റും. താഴേക്കുള്ള വഴി ഇതുവഴി പോയി നേരെ ബോട്ടം വ്യൂ പോയിന്റിലെത്തും. നമ്മളതിപ്പോൾ ടോപ്പിൽ നിന്ന് ഇറങ്ങി താഴേക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനത്തെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നമ്മളത് താഴേക്ക് ഇറങ്ങാം കേട്ടോ. ഇത് ഇറങ്ങാൻ കുറച്ച് ടാസ്ക്കുള്ള പണി കേട്ടോ. ഇതുപോലെ അങ്ങറ്റ താഴെ വരെ ഉണ്ട് കേട്ടോ. താഴെ അറ്റം വരെ അങ്ങ് ഇറങ്ങി ഇതാ താഴെ അറ്റം വരെ പോകണം. കണ്ടില്ലേ, ഇതുപോലുള്ള വഴിയാണ്. കുറച്ച് എത്തി വേണം കാലൊക്കെ വെക്കാനായിട്ട്. ഷൂ ഒന്ന് കീറി വന്നോ, അല്ലെങ്കിൽ ചെരുപ്പെടുത്തിട്ട് രണ്ടുപേരും കണ്ടില്ല. ആൾക്കാരൊക്കെ എത്തി വലിഞ്ഞൊക്കെ കയറുന്നുണ്ട്. ഇതുവഴി താഴറ്റം വരെ ഇറങ്ങണം. അതുവഴി കറങ്ങി വരേണ്ട അടുത്ത് ഞാൻ നല്ല കുറുക്ക് വഴി ഇതുവഴി ഇറങ്ങാമെന്ന് വെച്ചു കേട്ടോ. ഉണ്ട് ഇതുവഴി ഇതാ കുറുക്ക് വഴിയുണ്ട്. ഇതുവഴി ഇങ്ങനെ താഴോട്ട് ഇറങ്ങാം. വേണ്ട ആ കൊച്ചു കണ്ട കയറിയപ്പോഴത്തേക്കും വേണ്ട പൊടിയൊക്കെ ആയിട്ട് പോകണ്ടില്ലേ. വന്നത് ഇവിടെ ഇതുവഴി കയറിയപ്പോഴത്തേക്കും വന്ന് വീഴുന്നു കേട്ടോ. ഞാൻ പിന്നെ പിടിച്ചെണീപ്പിച്ചു. പുള്ളി താണ്ട പൊടിയൊക്കെ തട്ടി ആരും കാണാതെ പോകുന്നുണ്ട് മേളിലേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ വന്ന് നമ്മൾ താഴെ ബോട്ടം പോർഷനിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തണുത്ത കാറ്റും വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള കാറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. നല്ലൊരു വ്യൂ ആണ്. ഈ മച്ചാനെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വാഴച്ചാലിലേക്ക് വന്ന രണ്ടുപേരിൽ ഒരാളാണ്. നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്ന പുള്ളിയാണ്. ഞാനിവിടെ ഇറങ്ങിയടാ. ഇവിടെ പുള്ളിയിലപ്പാല പുറകിൽ കാണുന്നതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ബോട്ടം വ്യൂ ആണ്. ബോട്ടം വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. മേളത്തെ വ്യൂ പോയിന്റിൽ നമ്മൾ പോയിട്ട് ഇപ്പൊ താഴേക്ക് ഇറങ്ങിയതാണ്. കണ്ടില്ലേ. ഹായ്. How is Paulina. Yeah. Kerala is very, very beautiful. Yeah. How is Kerala? Do you really like it? Like. Yeah. Yes, it's very What's the main specialty of Kerala? houseboat in Alope. Alapi houseboat. Okay. How is this waterfalls? It's very, very magnificent. Yeah. Exceptional. Really nice. Okay. Thank you.
അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വെച്ച് നമ്മൾ ഒരുപാട് പേര് പരിചയപ്പെട്ടു. അതിനകത്ത് ഈ 2 പിള്ളേരാണ് എനിക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ചമ്മലാണ് കേട്ടോ രണ്ടാൾക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടു. ഇനി നമ്മൾ നേരെ നാട്ടിലേക്കാണ് പോണത്. കണ്ടില്ലേ, കുറച്ചധികം നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. കാരണം ഇനി നമ്മൾ യാത്ര അവസാനിപ്പിക്കാൻ പോവാണ്. നേരെ ഇനി വീട്ടിലേക്കാണ്. അപ്പോൾ ഇനി എന്തായാലും ഇനി കുറേ നാളത്തേക്ക് ശേഷമായിരിക്കും നമ്മളിനി വീണ്ടും ഇങ്ങോട്ടേക്കൊക്കെ വരണത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു തവണയെങ്കിലും വന്ന് കണ്ടില്ലാത്തവരൊന്ന് കണ്ട് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ പറ്റും. കുളിക്കാൻ പറ്റുന്ന നല്ല നല്ല സ്പോട്ടുകളൊക്കെ ഇവിടെയുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ ചെന്നൊന്ന് കുളിക്കാനൊന്നും നിൽക്കേണ്ടെന്ന് കരുതിയിട്ട് നല്ല അടിയൊഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടേക്ക്. അതിനിടയ്ക്ക് ഷിംലയിൽ നിന്നൊരു ഡോക്ടറിനെയും പിന്നെ വൈഫിനെയും പരിചയപ്പെട്ട് അവർക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. ഇതല്ല കമ്പനിയായിരുന്നു. പിന്നെ അങ്ങനെ ഞാനിതാ തിരിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ 5 ദിവസം നീണ്ടു നിന്ന ഊട്ടി, മസനഗുഡി, വാൽപ്പാറ, അതിരപ്പള്ളി, വാഴച്ചാൽ അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് അവസാനം ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് നമ്മൾ. എന്തായാലും ഈ ഒരു 5 ദിവസം കൊണ്ട് ലൈഫിൽ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി. ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെടാൻ പറ്റി. ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനി ആ സപ്പോർട്ട് എനിക്ക് വേണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് മറക്കാതെ ഓണാക്കി ഇട്ടയക്കുക ഗൈസ്. നമ്മളങ്ങനെ അതിരപ്പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഇനി എന്തായാലും നേരെ വീട്ടിലേക്കാണ്. വേറെ കാഴ്ചകളൊന്നും ഇനി കാണാൻ ഈ റൂട്ടിനില്ല. നമ്മുടെ പ്ലാനിലുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ പോയിട്ടുമുണ്ട്. പ്ലാനിലില്ലാതിരുന്ന വാൽപ്പാറയും നമ്മൾ കവർ ചെയ്തു. വാൽപ്പാറ വഴി അതിരപ്പള്ളി വന്നു ഫസ്റ്റ് ടൈമായിട്ട്. അതിരപ്പള്ളി നേരത്തെ വന്നിട്ടുണ്ട്. വാൽപ്പാറ വഴി വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാണ്. അപ്പോൾ 5 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈക്ക് യാത്ര കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ്. നേരെ അതിരപ്പള്ളിയിൽ നിന്ന് ചാലക്കുടിയിൽ നിന്ന് നേരെ ട്രിവാൻഡ്രം, അവിടെ നിന്ന് നേരെ നെയ്യാറ്റിൻകര. അപ്പോൾ നേരെ ഞാൻ വീട്ടിലേക്കാണ് യാത്ര തിരിക്കുന്നത്. അപ്പോൾ കാലൊക്കെ ഒരു വഴിയായി. ഒരേ നേരം ഇങ്ങനെ മടക്കി വെച്ചിട്ട് വന്നിട്ട് മുട്ടൊക്കെ നല്ല പെയിനുണ്ട്. അപ്പോൾ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ചോറും കഴിച്ചു, വൈകുന്നേരം ഷെയ്ക്കും കുടിച്ചു, രാത്രി ആയപ്പോൾ പൊറോട്ടയും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗായ്സ്. ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.